ഇന്നലെ നമ്മൾ ഐ എന്ന ബീജാക്ഷരത്തെ കണ്ടു. ഇന്ന് കാണുന്നത് ക്ലീം എന്ന ബീജാക്ഷരത്തിന്റെ മഹത്വമാണ്. അപ്പോ ഇവിടെ പറയുന്ന കഥ ധ്രുവസന്ധി എന്ന് പറയുന്ന രാജാവിന്റെ പുത്രനായ സുന്ദരീശ്വരന്റെ കഥയാണ്. ഈ ധ്രുവസന്ധി രാജാവ് 2 വിവാഹം കഴിച്ചു. ഒന്ന് മനോരമയും ഒന്ന് ലീലാവതിയും. രണ്ടുപേർക്കും മക്കളുണ്ടായി. ഒരു മനോരമയുടെ പുത്രന്റെ പേര് സുദർശനൻ, ലീലാവതിയുടെ പുത്രന്റെ പേര് ശത്രുജിത്ത്. അങ്ങനെയാണ് 2 മക്കൾ. ഈ ധ്രുവസന്ധി ഉള്ളിടത്തോളം കാലം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ഭംഗിയായ രീതിയിൽ രാജ്യഭരണമൊക്കെ പോയി. ഒരിക്കൽ അദ്ദേഹം കാട്ടില് ഈ പറഞ്ഞതുപോലെ വേട്ടയാടാൻ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ക്ഷത്രിയരുടെ ഒരു വിനോദമാണ് വേട്ട ആടൽ എന്ന രീതി. ദുഷ്ടമൃഗങ്ങളെയൊക്കെ കൊന്നുകൊണ്ടുവന്ന് കഴിക്കുക. അങ്ങനെ വേട്ടയാടാൻ പോയപ്പം അവിടെ വെച്ച് ഒരു സിംഹം ആക്രമിക്കപ്പെട്ട് ഈ ധ്രുവസന്ധി മരണപ്പെട്ട് കഴിഞ്ഞപ്പോ അടുത്ത രാജ്യഭാരം ആർക്ക് എന്നുള്ള ഒരു ചർച്ച അവിടെ ഉണ്ടായി. മനോരമയുടെ പിതാവായ വീരസേനന് പറ്റി, ലീലാവതിയുടെ പിതാവായ യുദ്ധാജിത്തും അവിടെ എത്തി ചർച്ചയൊക്കെ ആരംഭിച്ചു. പക്ഷെ ചർച്ച ഭരണകാര്യത്തിലായതുകൊണ്ട് അവസാനം യുദ്ധത്തിലാണ് കലാശിച്ചത്. ഈ കസേര എന്ന് പറയുന്ന ഒരു സാധനം ഏറ്റവും വലിയ ലഹരിയാണ് പറയുക. ഒരിക്കൽ കയറി ഇരുന്നാൽ പിന്നെ ഇറങ്ങി പോകാൻ തോന്നില്ല. അങ്ങനൊരു സാധനമാണ്. ഇവിടെയും സ്ഥാനം സത്യത്തിൽ അടുത്ത രാജ്യാവകാശി എന്ന് പറയുന്നത് സുദർശനനാണ്. പക്ഷെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥ വന്നപ്പോ അവിടെ യുദ്ധത്തിലേക്ക് കലാശിച്ചു. അങ്ങനെ യുദ്ധാജിത്തും വീരസേനന്റെയും സൈന്യങ്ങൾ തമ്മിൽ യുദ്ധം നടന്ന് വീരസേനൻ മരണപ്പെട്ടു. മനോരമ എന്ന രാജ്ഞിക്ക് ആരോരും ഇല്ലാതെയായി. എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയില് മനോരമ പെട്ടു. യുദ്ധാജിത്ത് തന്നെയും തന്റെ പുത്രനെയും വധിക്കും എന്നൊരു സംശയമുണ്ടായപ്പോ വിദല്ലൻ എന്ന് പറയുന്ന തന്റെ ഒരു മന്ത്രിയെ കൂട്ടുപിടിച്ചുകൊണ്ട് മനോരമ ആ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു. തന്റെ മകൻ മരണപ്പെടാൻ പാടില്ല എന്നൊരാഗ്രഹം ഈ മനോരമയ്ക്കുണ്ടായി. അങ്ങനെ വിദലന്റെ അമ്മാവനായിരിക്കുന്ന സുബാഹുവിനെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്നും യാത്ര തിരിച്ചെത്തിയത് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലാണ്. അന്നൊക്കെ ഒരു ശീലമുണ്ട്, ശരണം തേടി വരുന്നവരെ കൈവിടാറില്ല. ഒരാൾ നമ്മളുടെ അടുത്ത് ഒരു ആശ്രയം തേടി വന്നാൽ എന്തു സഹിച്ചും അവരെ സംരക്ഷിക്കുക എന്നൊരു ധർമ്മം അന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്കില്ലാത്ത ഒരു ധർമ്മമാണ്. ഇന്ന് നമ്മളെല്ലാം വരുംവരാഴികകളൊക്കെ നോക്കിയിട്ടാണ് ഒരാളെ സഹായിക്കണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാം. അന്ന് അങ്ങനെയല്ല. അന്ന് ആര് വന്ന് സഹായം അഭ്യർത്ഥിച്ചാലും അവർക്ക് എന്താണോ വേണ്ടത് അത് ചെയ്തു കൊടുക്കുക എന്നൊരു ധർമ്മം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ഗുരുക്കന്മാർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തിയ മനോരമയെ
സ്വീകരിച്ചു. വന്നിട്ട് അന്വേഷിച്ചു ആരാണ് എന്നന്വേഷിച്ചു. പ്രത്യേകിച്ച് വന്നതൊരു സ്ത്രീയാണ്, ഒരു കുട്ടിയോടൊപ്പമാണ്. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ധ്രുവസന്ധിയുടെ ഭാര്യയായ മനോരമയാണ്, പുത്രൻ സുദർശനാണിത്. ധ്രുവസന്ധി മരണപ്പെട്ട് കഴിഞ്ഞപ്പോ രാജ്യഭാരത്തിന് വേണ്ടിയുണ്ടായ യുദ്ധത്തില് ഈ മനോരമയുടെ പിതാവും മരണപ്പെട്ടു. കൊണ്ട് ആരോരും ശരണമില്ലാതെ ആയപ്പോ മരണഭയം കൊണ്ട് വന്നതാണ് എന്ന് ഭരദ്വാജ മുനിയോട് പറഞ്ഞു. ഭരദ്വാജ മുനി പറഞ്ഞു, വിഷമിക്കണ്ട, ഇവിടെ നിന്നോളൂ, വേണ്ടതായിട്ടുള്ള എല്ലാ സംവിധാനവും ഞാൻ ഒരുക്കി തന്നുകൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ ആശ്രമത്തിൽ നിർത്തി. ഈ സുദർശനകുമാരൻ ആ ആശ്രമ സംസ്കാരത്തിലാണ് വളർന്നു വരുന്നത്. അവിടെ അനേകം മുനികുമാരന്മാരുണ്ട്. അവരോടൊപ്പം കളിച്ചു, വേദങ്ങളൊക്കെ അഭ്യസിച്ചു. അങ്ങനെ കഴിഞ്ഞു വരവേ ഒരു ദിവസം ഈ വിതല്ലൻ എന്ന് പറഞ്ഞ ആള് മനോരമയെ കാണാനായിട്ട് ആശ്രമത്തിലേക്ക് വന്നപ്പോ ഈ മുനികുമാരന്മാരെല്ലാം അവിടെ ക്ലീബ എന്നൊന്ന് വിളിച്ചു. ക്ലീബ എന്ന് വിളിച്ചാല് പറഞ്ഞാല് ഒന്നിനും കൊള്ളുകയല്ലാത്തവൻ, അല്ലെ ഷണ്ഡൻ എന്നൊക്കെ ഒരർത്ഥമുണ്ട്. പക്ഷെ ഈ സുദർശനകുമാരൻ അത് മുഴുവൻ കേട്ടില്ല, ക്ലീ എന്ന് മാത്രമേ കേട്ടുള്ളൂ. അപ്പൊ മുനികുമാരന്മാര് പറഞ്ഞതായതുകൊണ്ട് ഇതെന്തോ മഹത്തരമായ മന്ത്രമാണെന്ന് വിചാരിച്ച് നിരന്തരം ജപിക്കാൻ തുടങ്ങി, ക്ലീം ക്ലീം ക്ലീം. പറയാറുണ്ട്, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുത്താല് ഗുണമുണ്ടാവും. എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുട്ടിക്കാലത്ത് കൊടുക്കണം. ഇല്ല വലിയ വൃക്ഷമായി കഴിഞ്ഞിട്ട് വളമിട്ടിട്ടും വെള്ളം ഒഴിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. ഉദരത്തിൽ കിടക്കുന്ന സമയം മുതൽ വേണം ശരിക്കും കൊടുക്കാൻ. ഭാഗവത്തിലേക്ക് എത്തി നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രഹ്ലാദകുമാരനൊക്കെ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ടാണ് ഹരിനാമം പഠിച്ചത്. അപ്പൊ അങ്ങനെ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ ക്ലീം എന്നൊരു ബീജാക്ഷരത്തിന്റെ നിത്യമായ ജപം ഈ കുമാരന്റെ മനസ്സിനെ അത്യധികം സംശുദ്ധിയിലേക്ക് വരുത്തി. അതുകൊണ്ട് തന്നെ ഭഗവതിയുടെ ബീജാക്ഷരമായതുകൊണ്ട് കാലക്രമേണ ഭഗവതി ഉള്ളിൽ തെളിഞ്ഞു നിൽക്കാൻ തുടങ്ങി. പരിപൂർണമായിട്ടും ഭഗവതിയുടെ പാതാരവിന്ദങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് സുദർശനകുമാരൻ വളർന്നു. ആ സമയത്താണ് ഈ യുദ്ധായുദ്ധ തന്റെ സൈന്യവുമൊക്കെ ആയിട്ട് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നു. എവിടെയാണ് ഈ മനോരമയും കുട്ടിയും ഉള്ളത് എന്ന് ചാരന്മാരെ വിട്ട്, അന്ന് പറയുക ചാരന്മാരെന്നാണ്, ഇന്ന് നമ്മൾ പറയാം ഇന്റലിജൻസ് എന്ന് പറയും, അവരാണ് അന്വേഷിക്കുക. അങ്ങനെ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലുണ്ടെന്ന് പറഞ്ഞ യുദ്ധാജിത്ത് അവിടെ എത്തി മനോരമയും കുട്ടിയെയും ഏതെങ്കിലും വിധത്തിൽ ഇല്ലാതെയാക്കണം എന്ന് വിചാരിച്ചു. അവിടെ ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ ചെന്നിട്ട് മനോരമയെ പിടിച്ചുകൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി. ഭരദ്വാജ മുനിയോട് പറഞ്ഞു, അവളെ വിട്ടുവരണം, അല്ലെങ്കിൽ അങ്ങേക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, ഞാൻ ബലാത്മകമായിട്ട് ഇവിടെ പിടിച്ചുകൊണ്ടു പോകും എന്ന് ഭരദ്വാജ മുനിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവള് വരികയാണെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, പക്ഷേ ബലമായി ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ഞാൻ സംരക്ഷണം കൊടുത്തതാ, അതല്ലെങ്കിൽ നീ എന്നെ കൊന്നിട്ടേ കൊണ്ടുപോകാൻ പറ്റും. ഇനി നിന്റെ സൈന്യത്തിന്റെ ബലത്തിൽ കൊണ്ടുപോകാനാണ് നീ ഉദ്ദേശിക്കണമെങ്കിൽ വിശ്വാമിത്രന്റെ അവസ്ഥ ഉണ്ടാകാതെ നോക്കുക കൂടി വേണമെന്നാണ്. അപ്പോഴാണിവിടെ
ഈ യുദ്ധാനിത്ത് ചോദിക്കുന്നത് എന്താണ് ഈ വിശ്വാമിത്രന്റെ അവസ്ഥ? വിശ്വാമിത്രൻ നമുക്കറിയാവുന്ന ഋഷിയാണ്. ഗായത്രി മന്ത്രത്തിന്റെ ദർശനം അതിന്റെ ഋഷി. ഓരോ മന്ത്രങ്ങൾക്കും ഋഷിയും ഛന്ദസ്സും ദേവതയൊക്കെ ഉണ്ട്. ആ ഋഷി എന്ന് പറയുന്നത് ആ മന്ത്രത്തെ ദർശിച്ച ആളാണ്. അദ്ദേഹം അതിനു മുമ്പ് രാജാവായിരുന്നു, ക്ഷത്രിയനായിരുന്നു. അദ്ദേഹം ഒരിക്കല് വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോ അവിടെ ഒരു പശുവുണ്ട്. ആര് ചെല്ലുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അവരുടെ ട്രീറ്റ്മെന്റ്. ഇപ്പൊ രാജാവ് എന്നാൽ രാജാവിന് കൊടുക്കേണ്ടതായ വൈശിഷ്ട്യമായ വിഭവങ്ങൾ എന്തുണ്ടോ അതെല്ലാം കൊടുക്കുന്നത് ഈ പശുവാണ്. നന്ദിനി എന്നാണ് പേര്. അപ്പൊ വിശ്വാമിത്രൻ അവിടെ ചെന്നപ്പോ ഒരു രാജാവിന് കിട്ടേണ്ടതായ എല്ലാ ഭക്ഷണക്രമങ്ങളും ഈ ആശ്രമത്തിലുണ്ടായപ്പോ അതിശയം തോന്നിയത് എവിടുന്നാ ഇങ്ങനെ ഇത്ര ഭംഗിയായ രീതിയിൽ രാജോപചാരം അനുസരിച്ചുള്ള ഭക്ഷണം ഉണ്ടായതെന്ന് ചോദിച്ചപ്പോ വസിഷ്ഠമുനി പറഞ്ഞത് എന്റെ നന്ദിനി പശു തന്നതാണ്. അപ്പൊ വിശ്വാമിത്രനൊരു മോഹം ഇവിടെ കൊണ്ടുപോയാലും ആരെ? ഈ പശുവിനെ. വിശ്വാമിത്രൻ വസിഷ്ഠനോട് പറഞ്ഞ ആ പശുവിനെ ഇങ്ങനെ തന്നാൽ 10,000 പശുവിനെ അങ്ങോട്ട് തരാം. വസിഷ്ഠമുനി പറഞ്ഞ സാധ്യമല്ല. കാരണം ഈ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടതായിരിക്കുന്ന പാലും നെയ്യും വെല്ലുക എല്ലാം കിട്ടണത് ഈ നന്ദിനിയിൽ നിന്നാണ്. തന്നെയല്ല, അവള് കാമധേനുവാണ്. എന്താഗ്രഹിക്കണോ അതവള് തരും. അപ്പൊ അതുകൊണ്ട് അതിനെ വിട്ടു തന്നാൽ ഞങ്ങളുടെ കാര്യം കുഴപ്പത്തില്ല, അതുകൊണ്ട് അങ്ങേക്ക് അത് തരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ വിശ്വാമിത്രൻ രാജാവായതുകൊണ്ട് തന്നെ അത് തന്റെ അധികാര പരിധിയിലുള്ളതാണ് എന്ന് ചിന്തിച്ചിട്ട് ഈ നന്ദിനി പശുവിനെ പിടിച്ചുകൊണ്ട് പോകാതെ വസിഷ്ഠമുനി നോക്കി നിന്നു. കാരണം ഭരണാധികാരി എന്തെങ്കിലും പിടിച്ചെടുത്താൽ എതിർക്കാനുള്ള അവകാശമില്ല എന്നാണ് അന്നും ഇന്നും ഒട്ടുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വസിഷ്ഠമുനി അങ്ങനെ നിന്നു. അപ്പൊ നന്ദിനി പശു തിരിഞ്ഞു നോക്കിയിട്ട് അവര് തമ്മിൽ ഒരു ഇത് നടത്തിയെന്ന എന്നെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുകയാണോ? നന്ദിനി പശു ആരോട് ചോദിച്ചെന്ന് വസിഷ്ഠമുനിയോട് ചോദിച്ചു. അതായത് ഉള്ളിലുള്ള ഇംഗിതം എന്തെന്നുള്ളത് അറിയാൻ കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ ഇവിടുന്ന് തിരിച്ചു സന്ദേശം അയച്ചു, രാജാവാണ്, അതുകൊണ്ട് എനിക്ക് എതിർക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നീ എന്താന്ന് വെച്ചാ ചെയ്തോളാ പറഞ്ഞു. പറയും ആരോടെ? നന്ദിനി പശുവിടെ. നന്ദിനി പശുവിടെ നിന്ന് വെച്ചു. ലക്ഷക്കണക്കിന് സൈന്യങ്ങളാണ് നന്ദിനി പശുവിന്റെ ദേഹത്തിൽ നിന്ന് ചാടിപ്പോകുന്നത്. വിശ്വാമിത്രന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി വിശ്വാമിത്രൻ തിരിഞ്ഞു ഓടി. പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അന്ന് വിശ്വാമിത്രൻ തീരുമാനിച്ചാണ് ഈ വസിഷ്ഠനെ ഒരു പാഠം പഠിപ്പിച്ച് ഞാൻ അടങ്ങും. അതുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകും? തപസ് ചെയ്ത് ഋഷിയാവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് വിശ്വാമിത്രൻ രാജർഷിയായിട്ടാണ് അറിയപ്പെടുക. ഋഷിവര്യന്മാര് പല വിധത്തിലുണ്ട്. രാജർഷിയുണ്ട്, ബ്രഹ്മർഷിയുണ്ട്, ദേവർഷിയുണ്ട്. അതിൽ രാജർഷിയാണ് ആര്? ഈ വിശ്വാമിത്രൻ. അപ്പൊ ഈ കഥ പറഞ്ഞു കൊടുത്തു ഭടൻ ആർക്ക്? ഈ യുദ്ധാനിത്തിന്. അതുകൊണ്ട് പറഞ്ഞു, വെറുതെ ഉടക്കാനൊന്നും നിൽക്കണ്ട, ചിലപ്പോ ഏതുവഴി ആ പണി വരുന്നെന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കായബലത്തിനേക്കാൾ അധികമാണ് തപോബലം. നമ്മൾ ഈ ചിലരെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛം തോന്നും ചിലരോട്, ഇല്ലേ? ഈ ചില ആൾക്കാരെ കാണുമ്പോഴേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതാണോ എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ അവരെ കേൾക്കുകയോ കേൾക്കാതെയോ അധിക്ഷേപിച്ചാൽ ചിലപ്പോൾ അതിലുണ്ടാകുന്ന തിരിച്ചടികൾ വളരെ വലുതായിരിക്കും. കാരണം ഈ പറയുന്ന നമ്മുടെ ചിന്തയിൽ നിൽക്കുന്ന അവസ്ഥയല്ല അവരുടെ അവസ്ഥ. അതിനെ തിരിച്ചറിയാനുള്ള ബോധം നമുക്കില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇവരുടെ കൂടെ നടക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. നമുക്ക് കാണാൻ കഴിയാത്ത പലരും ചിലപ്പോൾ അവരുടെ കൂടെ ഉണ്ടാവും.
പറയാറുണ്ട്, പോയി മുട്ടുന്നവന്റെ കരുത്ത് എന്താണെന്ന് അറിഞ്ഞിട്ട് മുട്ടാവും, അല്ലെങ്കിൽ കുഴപ്പം പണി കുടുംബത്തിൽ കിട്ടും. കൊണ്ട് വരുന്നവൻ ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിവില്ലാതെ നമ്മൾ വല്ലതും ചെയ്താൽ അത് നമ്മളെ വല്ലാതെ ദുരിതത്തിലാക്കും. അപ്പൊ അവിടെ കായബലത്തേക്കാൾ വലുതാണ് തപോബലം. ആ തപോബലത്തെ ജയിക്കാൻ അത്ര എളുപ്പമൊന്നും കായബലത്തിന് സാധ്യമാവില്ല. എന്തെല്ലാം അധികാരം ഉണ്ടായാലും തപോബലത്തെ ജയിക്കാൻ സാധ്യമാവില്ല. അവൻ മനസ്സുകൊണ്ടൊന്ന് അറിഞ്ഞു വെച്ചാൽ ഈ കായബലമൊക്കെ നിഷ്പ്രഭമായി പോകും, എരിഞ്ഞടങ്ങുന്ന പോലെ അടങ്ങിപ്പോകും അത്. അതുകൊണ്ട് തപസ്സുകളോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ കുറെ സൂക്ഷിച്ചിട്ട് പോകാവൂ എന്ന് പഠിപ്പിക്കുകയാണ്. അത് ഇന്നും അത് ബാധകമാണ്. തപസ്സുകളോട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം ഏറ്റുമുട്ടാൻ പോവാൻ. അതിനെ ജയിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ തപസ്സുകളോട് ഏറ്റുമുട്ടാനായിട്ട് പോകാവൂ. അല്ലെങ്കിൽ ആ പണിക്ക് പോകരുത്. ചിലപ്പോൾ കുടുംബം വഴിയാധാരമായി പോകും. എവിടുന്നൊക്കെ വരുമെന്നുള്ളത് അറിയില്ല ആ പണി. പലർക്കും ധാരണയുണ്ട് ഈ കാഷായ വസ്ത്രമൊക്കെ ധരിച്ച് വെറും വേഷം കെട്ടാണ് എല്ലാവരും എന്നൊരു ധാരണയുണ്ട് അവർക്ക്. എല്ലാ കാഷായ വേഷധാരിയും വെറും പാഴുകളല്ല. അതിനകത്ത് തപസ്സുള്ളവനെയും തപസ്സില്ലാത്തവനെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അവനെയും മറ്റവനെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം. ആ തപസ്സുകളുടെ ബലം എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അത് തിരിച്ചറിയാതെ ഇറങ്ങി പുറപ്പെട്ടാൽ ചിലപ്പോൾ കിട്ടുന്നത് കുടുംബം തന്നെ ഇല്ലാതെയാവുന്ന അവസ്ഥയിലായിരിക്കും. അത് തിരിച്ചറിവ് ഇല്ലാതെ ഇറങ്ങി പുറപ്പെടരുത് എന്നൊരു സന്ദേശം നമുക്ക് ഇതിൽ കൂടിയുണ്ട്. അതുകൊണ്ട് എന്റെ കായബലം അല്ലെ എന്റെ ബലം, എന്റെ അധികാര ബലം, അല്ലെങ്കിൽ എന്റെ ധനബലം, അല്ലെങ്കിൽ എന്റെ ബന്ധുബലം കൊണ്ടൊക്കെ അവനെ നേരിട്ട് കളയാമെന്ന് തോന്നിയാൽ അത് നാശത്തിലേക്കായിരിക്കും കൊണ്ട് എത്തിക്കുക. അങ്ങനെ വിശ്വാമിത്രൻ തപസ് ചെയ്യാനായിട്ട് പോയി, രാജ്യമൊക്കെ പോയി ഉപേക്ഷിച്ചിട്ട് തപസ് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ തപസ് ചെയ്ത് വിശ്വാമിത്ര ഋഷിയായി. എന്നിട്ടും ആരായില്ല? ബ്രഹ്മർഷിയായില്ല. എന്തായാലും ആ ഒരു കാര്യം പറഞ്ഞപ്പോ യുദ്ധാജിത്ത് വിചാരിച്ചതാ പിന്നെ പോട്ടെ, ഒരു കൊച്ചും തള്ളയല്ലേ, അപ്പൊക്കെ വിട്ടേക്ക്, ഇനിയിപ്പോ അവനെ കാട്ടിക്കിടന്നിട്ട് എന്നെ എന്തോ ചെയ്യാനാ എന്നൊരു ധാരണ ഉണ്ടായിക്കൊണ്ട് തിരിച്ചു പോയിന്നാണ്. പക്ഷെ സുദർശനകുമാരൻ ഈ ബീജാക്ഷരം ജപിച്ചുകൊണ്ട് അങ്ങനെ വളർന്ന് യൗവനയുക്തനായി. ഈ അവസരത്തിലാണ് കാശി രാജ്യത്ത് ശശികല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കാശി രാജാവിന്റെ മകളായിട്ട് ഉണ്ടായിരുന്നു. അവളും ഇതേപോലെ തന്നെ ബീജാക്ഷരത്തെ ജപിച്ചുകൊണ്ട് വളർന്നു വന്ന കുട്ടിയാണ്. ആ കുട്ടിക്കുള്ളിൽ ഒരു ദർശനമുണ്ടായി ഭഗവതിയുടെ. നിനക്കുള്ള വരൻ ഭരദ്വാജന്റെ ആശ്രമത്തിലുണ്ട്, പേര് സുദർശൻ എന്നാണ്, അവനാണ് നിന്നെ വിവാഹം കഴിക്കാൻ പോണത് എന്ന് ഉള്ളിലൊരു സന്ദേശം കിട്ടി. അതുകൊണ്ട് തന്നെ ശശികല ഈ സുദർശനകുമാരനെ മാത്രം നനച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അങ്ങനെ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞപ്പോ, ഇന്നത്തെ കാലത്ത് സ്വയംവരമാണ്. ഇഷ്ടമുള്ള പുരുഷനെ വരിക്കാൻ രാജകുമാരന്മാരെ എല്ലാം ഇങ്ങനെ നിരത്തിക്കൊണ്ടിരുത്തും. ഇപ്പോഴും കൂടുതലും സ്വയംവരം തന്നെ അല്ലേ? പിന്നെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ ഒരു ഒളിവരവും കൂടെ ആവും അല്ലേ? എവിടെങ്കിലൊക്കെ ചെന്നിട്ട് പിടിക്കണം എന്നുള്ളത്. അപ്പോ അന്ന് കുമാരന്മാരെയൊക്കെ നിരത്തിയിരുത്തിയിട്ട് അവരുടെ വീരചരിതങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുമ്പോ അതിൽ തനിക്ക് ഏതിനെയാണോ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ആ രാജകുമാരനെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ വരണമാലയും ചേർത്ത്, അതിനാ വരണമാലയം ചേർത്തത്. വിവാഹം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടോ ആരാ ആദ്യം മാലയിടുക? പൂമാല ആദ്യം ധരിക്കുന്നത് ആരാ? ചെറുക്കൻ പെണ്ണിനിട്ട് കൊടുക്കുമോ അതോ പെണ്ണ് ചെറുക്കനിട്ട് കൊടുക്കുമോ? പെണ്ണ് ഇവിടൊക്കെ എങ്ങനെ വന്നോ? പെണ്ണ് ചെറുക്കനിട്ട് കൊടുക്കുക. എന്നാ അതാ ശരി. പെണ്ണാണോ ചെറുക്കനിട്ട് കൊടുക്കുന്നത്? പൂമാല ഇട്ട് കൊടുക്കുന്നത്. അതാ അതിന്റെ ശരി. എന്താ അതിന്റെ അർത്ഥം? അവൾ ആ പുരുഷനെ തന്റേതാക്കി വലിച്ചു. അത് കഴിയുമ്പോഴേ ചെറുക്കനെ അങ്ങോട്ടിട്ട് കൊടുക്കത്തുള്ളൂ. അവള്
ഈ അവൾ വരണമാല്യം ചാർത്തുന്നത് വരെ അവൾക്ക് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള അവകാശമുണ്ട്. പക്ഷെ വരണമാലയൊക്കെ ചാർത്തി കഴിഞ്ഞ് പിന്നെ അത് മരണമാല്യമാണെന്ന് അറിയുന്ന ഉടനെ പോയി ഡൈവോഴ്സ് എന്ന് കൊണ്ട് കൊടുക്കരുത്. ഇപ്പം കെട്ടിക്കേറുന്നതിന്റെ 3-ാം ദിവസം കെട്ടും പൊട്ടിച്ചിഞ്ഞു പോലും. എന്താവോ എന്നെ കൊണ്ടൊക്കെ പറ്റത്തില്ല, അതുങ്ങളെ സഹിക്കാന്ന. പിന്നെ എന്തിനാണ് നീ ഈ സാമാനം എടുത്ത് അവരെ കഴുത്ത് ഇട്ടുകൊടുത്തേ? ഒന്നും അറിഞ്ഞില്ല. സ്വയം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് എന്ത് സംഭവിച്ചാലും എന്ത് വേണം? അതിനെ തരണം ചെയ്യാനുള്ള മനോധൈര്യത്തോടു കൂടിയാവണം ജീവൻ തുടങ്ങേണ്ടത്. എന്നും പറഞ്ഞ് ഭർത്താവിനെ എടുത്തിട്ട് ഇരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ളവരും ഉണ്ട്, ഇല്ലേ? അതാരും അറിയത്തില്ല. ഭർത്താക്കന്മാർ ഇടിമേടിക്കുന്ന ആരും അറിയത്തില്ല. പെണ്ണുങ്ങളെ ഒന്ന് നോക്കിപ്പോയ ഉടനെ പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും ചെയ്യും. പാവം പിടിച്ച ആണുങ്ങൾ എവിടെ കൊണ്ട് കൊടുത്തിട്ട് എന്ത് കാര്യം? അവരെ തിരിഞ്ഞു നോക്കാം, ഒരു സംഘടനയില്ല. ഇവിടെ സ്ത്രീ സംഘടനയുണ്ട്, ശാക്തീകരണമുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, ഇല്ലേ? പുരുഷന്മാരുടെ ഒരു സംഘടനയില്ല. അവരെല്ലാം മേടിച്ച് കിട്ടിയാലും അവർ മിണ്ടാതെ അവിടെ ഇരുന്നോളം പാവുന്നത്. എപ്പോഴും നിയമം കൂടുതൽ ബലമാർക്കാ. അതിന്റെ കുറെ അഹങ്കാരം ഉണ്ട് താനും, ഇല്ലേ? ഞങ്ങൾ വിചാരിച്ച പലതും നടക്കേടാവൂ എന്നുള്ള ഒരു ധാരണ. അപ്പോ എല്ലാരും ഒരുപോലെ നല്ല ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ പലരും ആ ഒരു പ്രോഫിറ്റിനെ മിസ്യൂസ് ചെയ്യുന്നവരുണ്ട് ഒരുപാട്. നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണത്തെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തായാലും അങ്ങനെ ആദ്യം സ്ത്രീയാണ് വരണമാലയും ചാർത്തുക. ആ വരണമാലയും ചാർത്തുന്നത് വരെ അവൾക്ക് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം ഉണ്ട്. അത് വരണമാലയും ചാർത്തി കഴിയുമ്പോഴാണ് പിന്നെ എന്ത് കരുത്തിൽ ചാർത്തി കൊടുക്കണത്? താലി ചാർത്തി കൊടുക്കണത്. എന്താണ് ഈ താലി? ഈ താലി എന്ന് പറഞ്ഞ എന്താ സാധനം? കെട്ടിയ താലിയൊക്കെ അതെനിക്ക് മനസ്സിലായി. ഈ താലി എന്ന് പറഞ്ഞാൽ എന്താണെന്നാ ചോദിച്ചത്. ഉണ്ടോ എടുത്തേല് ഉള്ളോർക്ക്? അതോ ഇവിടെ പണയം വെച്ച? ഇല്ല, ഇപ്പൊ അങ്ങനെയാണല്ലോ. താലിയായി വെക്കത്തില്ല. പോട്ടെ. ഇപ്പൊ പലരും അതേലാ പിടുത്തം. നീ ഇതിന്റെ ബലത്തിൽ എന്നോടാ കിടന്ന് എന്നോട് ചേർന്ന് നേരെ കിടന്ന് ആ പിടിച്ചോണ്ടാവും. അപ്പൊ എന്താ ഈ താലി? അറിയാമോ എന്തോ താലിന്ന്? പിന്നെ എന്തോ അറിഞ്ഞുണ്ടാ ഇതുകൊണ്ട് നടക്കുന്നേ? എന്റെ സ്വാമി ഒരു കുരുക്കിട്ടത് അതിന്റെ ലക്ഷണമാണ് കാണുന്നത്. അതുകൊണ്ട് അങ്ങ് നടക്കുവായി. എന്തോ ചെയ്യാനാ, പെട്ടുപോയതാ. ജീവിതത്തിന്റെ കെട്ടുപാടി പെട്ടുപോയതാ. നീയിപ്പോ എന്തോ ചെയ്യും? സമയം പോലെ താലി പറഞ്ഞുതരാം. വരട്ടെ, നോക്കട്ടെ ആർക്കെങ്കിലും താലി എന്താണെന്ന് അറിയാമോ? അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ എന്തായാലും അതുകൊണ്ട് ഈ സുദർശനകുമാരനാണ് നിന്റെ വരൻ എന്ന് ഭഗവതി അങ്ങനെ അനുഗ്രഹിച്ച് ഉള്ളിൽ നിർദ്ദേശം കൊടുത്തതുകൊണ്ട് സുദർശനകുമാരനെ മാത്രം സ്മരിച്ചിരുന്നു. അങ്ങനെ സ്വയംവരം എടുത്തപ്പോ ഈ യുദ്ധാജിത്തിന്റെ പൗത്രനായിരിക്കുന്ന ശത്രുജിത്തും ഒക്കെ ഈ ശശികലയുടെ വിവാഹത്തിനായിട്ട് കാശി രാജ്യത്തെത്തി. പക്ഷേ ശശികല വേറെ ആരെയും വിവാഹം കഴിക്കാനോ മറ്റൊരു പുരുഷന്റെ മുൻപിൽ പോയി നിൽക്കുവാനോ വരണമാല്യമായിട്ട് പോയി നിൽക്കുവാനോ തയ്യാറായില്ല. തന്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്കൊരു പുരുഷന്റെയും മുൻപിൽ പോയി വരണമാല്യമായിട്ട് നിൽക്കാൻ കഴിയില്ല. ഞാൻ സുദർശനകുമാരനെ തന്റെ വരനായി ഉള്ളുകൊണ്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു. കാശി രാജാവിനെ വിവരം അറിയിച്ചെങ്കിലും സമയം അതിക്രമിച്ചു പോയിരുന്നു. കാരണം എല്ലാവരെയും വിളിച്ചു വരുത്തിപ്പോയി. ഇനിയും അതുകൊണ്ട് സ്വയംവരം നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അത് രാജാക്കന്മാരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാവും. വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് കാശി രാജാവ് പെട്ടത്. എന്ത് ചെയ്യണം എന്നറിയില്ല. ഭരദ്വാജ ആശ്രമത്തിൽ നിന്ന് സുദർശനകുമാരനും കാശി രാജ്യത്തേക്ക് എഴുന്നള്ളാൻ തയ്യാറായി.
മാതാവായ മനോരമ ചോദിച്ചു, പുത്ര നീ ഒറ്റയ്ക്ക് പോയാൽ എന്താ ചെയ്യാം? അവിടെ ആ യുദ്ധാജിത്തും ശത്രുജിത്തും ഒക്കെ ഉണ്ടാവും, അവന്റെ കൂട്ടാളികളെ വേറെ കാണും. നീ അങ്ങോട്ട് ചെന്നാൽ, നീ ശശികലയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ ചെന്നു കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ യുദ്ധത്തിൽ നിന്നെ ഇല്ലാതെയാക്കിയാൽ ഈ അമ്മയ്ക്ക് പിന്നെ ആരാളെ കൊണ്ട് പുത്ര നീ പോവാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ സുദർശനകുമാരൻ പറഞ്ഞു, ഹേ മാതാവേ, അവിടുത്തെ അനുഗ്രഹമുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. രണ്ടാമത് സാക്ഷാൽ ജഗദംബിക എന്നോടൊപ്പം കൊണ്ട് എനിക്ക് രക്ഷയ്ക്കായിട്ട്, പിന്നെ മറ്റാരുടെയും ഒരു രക്ഷയും എനിക്ക് ആവശ്യമില്ല. ആ ഭഗവതി കൂടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ ഭയം? ഏത് ശത്രു വന്നാലും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ശക്തി സ്വരൂപിണി എന്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടതായിട്ടുള്ള സഹായത്തെ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാതാവ് വിഷമിക്കേണ്ട. പക്ഷേ മനോരമ അപ്പോഴും തന്റെ പുത്രനെ ഒറ്റയ്ക്ക് വിടാൻ തയ്യാറായില്ല, കൂടെ പോയി. കാശി രാജ്യത്ത് എന്നപ്പോ സുദർശനകുമാരനെ കാശി രാജാവ് സ്വീകരിച്ച് ആനയിച്ചിരുത്തി. യുദ്ധാജിത്തും ശത്രുജിത്തും ഒക്കെ അറിഞ്ഞു സുദർശനൻ എത്തിയിട്ടുണ്ട്. തീരുമാനിച്ചു, അവൻ അങ്ങനെങ്ങാനും പന്നിനെ കൊണ്ട് പോയാൽ അവനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് തീരുമാനിച്ചിട്ട് എന്ത് ചെയ്തു? യുദ്ധത്തിന് തയ്യാറായപ്പോഴാണ് അവരെല്ലാം ഇരുന്നത്. കാശി രാജാവ് ചെന്ന് ഈ രാജകുമാരന്മാരോട് പറഞ്ഞു, തന്റെ പുത്രിയായിരിക്കുന്ന ശശികല വിവാഹത്തിന്റെ സ്വയംവരത്തിന് തയ്യാറാവണില്ല, അതുകൊണ്ട് ഈ സ്വയംവരത്തെ വേണ്ട എന്ന് വെച്ചിട്ട് എല്ലാവരും പോകണം. പക്ഷെ ഇവരാരും തയ്യാറായില്ല. അവർക്ക് മനസ്സിലായി ഈ സുദർശനകുമാരനെയാണ് ഇവള് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ, അങ്ങനെയാണെങ്കിൽ രണ്ടിനെയും വെറുതെ വിടില്ല എന്നൊരു തീരുമാനത്തിലെത്തി യുദ്ധാജിത്തും ശത്രുജിത്തും ഒക്കെ. ഇനി എന്താ ചെയ്യാം? ഒരു യുദ്ധം ഒഴിവാക്കിക്കൊണ്ട് വേണം തന്റെ മകളുടെ വിവാഹം നടത്തേണ്ടതെന്ന് ആഗ്രഹിച്ചു കാശി രാജാവ്. എന്താണ് ഉപാധി എന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോ ശശികല പറഞ്ഞ, പിതാവേ, ഞങ്ങളുടെ വിവാഹം അർദ്ധരാത്രിയിൽ നടത്തി തരിക. എന്നിട്ടോ ഞങ്ങൾ പോയി കഴിയുമ്പോൾ രാവിലെ നേരം വിളിക്കൂലേ, അപ്പോഴത്തേക്ക് ഇവര് പോയി കഴിഞ്ഞു എന്ന് അറിഞ്ഞാൽ പിന്നെ ഇവര് യുദ്ധത്തിനൊന്നും തയ്യാറാവില്ല, അതുകൊണ്ട് അവിടുന്ന് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ മനോരമയുടെയും കൂടി അനുവാദത്തോടുകൂടി ശശികലയുടെയും സുദർശനകുമാരന്റെയും വിവാഹം അർദ്ധരാത്രിയിൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ അർദ്ധരാത്രിയിൽ വിവാഹം നടത്തി. പക്ഷേ യുദ്ധാജിത്തും ശത്രുജിത്തും മറ്റുള്ള രാജകുമാരന്മാരും എല്ലാവരും ഇത് നേരത്തെ അറിഞ്ഞിരുന്നു. ഈ എല്ലാവർക്കും ഉണ്ടെന്ന് ചാരന്മാര് എല്ലാ രാജാക്കന്മാരുടെ കൂടെ ഉണ്ട് ഇന്റലിജൻസ് വിഭാഗം. അവരിങ്ങനെ അന്വേഷണം നടത്തിക്കൊണ്ടേയിരിക്കും, എന്താ സംഭവിക്കണത്. അങ്ങനെ വിവരം കിട്ടിയതുകൊണ്ട് ഇവരാരും ഉറങ്ങിയില്ല. സുദർശനകുമാരനും ശശികലയും പോകുന്ന തക്കം നോക്കി അവരോട് യുദ്ധത്തിന് തയ്യാറായി. അതിഗംഭീരമായ യുദ്ധം നടന്നു. ആ യുദ്ധം നടന്ന വേളയിൽ സാക്ഷാൽ ജഗദംബിക സർവവിധമായിരിക്കുന്ന ആയുധങ്ങളോടും കൂടി സുദർശനകുമാരന്റെ മുൻപിൽ നിന്നുകൊണ്ട് ശത്രു സൈന്യത്തെ അമ്പേ പരാജയപ്പെടുത്തി. ഞാനത് ചോദിച്ചോട്ടെ, നമുക്ക് എത്ര പേർക്കുണ്ട് ഉറപ്പ് പൂക്കോട്ടെ ഭഗവതി എന്റെ കൂടെ ഉണ്ടെന്ന്? ശരി, ഉറപ്പാണല്ലോ. ഇനിയും പൊട്ടല്ലേ? ഉറപ്പാണേ. അപ്പൊ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ബാക്കിയുള്ളതിന്റെ കൂടെ ഒക്കെ കാണുമല്ലോ പൂക്കോട്ട് ഭഗവതി, ഇല്ലേ? ഇനി ഞാൻ സംശയം ചോദിച്ചോട്ടെ, മക്കൾ ദൂരത്തോട്ട് പോവാറുണ്ടോ? നമ്മുടെ വീട് വിട്ട് പോവാറുണ്ടോ? ഉണ്ട്. ഫോൺ കൊടുത്തു വിടാറുണ്ടോ? ഫോൺ അല്ലെങ്കിൽ അവരുടെ കയ്യിലുണ്ടോ ഫോണ്? ഇവിടുന്ന് ബാംഗ്ലൂർ പോവാണെന്ന് വിചാരിക്കുക, ഇതിനോടകം എത്ര തവണ വിളിക്കും? ഈ പോണ യാത്രയിൽ ഇവിടുന്ന് ബാംഗ്ലൂർ എത്തുന്നതിന് മുൻപ് എത്ര തവണ വിളിക്കും മകളെ അല്ലേ മകനെ? വിളിക്കുമോ ഇല്ലയോ? വിളിക്കും. എന്തിനാ വിളിക്കണേ? യാത്ര സുഖമായിരുന്നോ, എവിടെത്തി, ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടായോ എന്നറിയാൻ ആണല്ലോ. പൂക്കോട്ടെ ഭഗവതി കൂടെ ഉണ്ട് എങ്കിൽ
തന്റെ മകൻ അല്ലെ തന്റെ മകൾ ഇവിടുന്ന് യാത്ര തിരിച്ചാൽ അവിടെ എത്തുന്നവരെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എന്റെ പൂക്കോട്ടെ ഭഗവതി എന്റെ മകനെ കാത്തോളും എന്നെന്താ ഉറപ്പില്ലാത്ത? പിന്നെന്തിനാ ഇടയ്ക്ക് വിളിക്കുന്നേ? ഈ ഉറപ്പ് നമുക്കുണ്ട് എങ്കിൽ പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വെച്ച് എവിടാ മക്കളെ വിളിച്ചു വെക്കുന്നത് എന്തിനാ? അപ്പൊ അതിനർത്ഥം എന്താ? ഈ പറച്ചിലൊക്കെ ഉള്ളൂ ഞങ്ങൾക്ക് ഓരോ ഉറപ്പും. പൂക്കോട്ടെ ഭഗവതി കൂടെ ഉണ്ടായെങ്കിൽ എന്റെ മകൻ അല്ലെ എന്റെ മകൾ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞാൽ അവനെ എത്തിക്കേണ്ടിടത്ത് എത്തിച്ചു കൊള്ളും എന്ന് നമുക്കുറപ്പുണ്ടായെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം. മക്കളെ അവിടെ ചെല്ലുമ്പോ ഒന്ന് വിളിച്ചേക്കാൻ പറഞ്ഞാൽ പോലെ നമ്മളതാണോ ചെയ്യാ? അപ്പൊ പിന്നെ എവിടാന്നേ ഉറപ്പ? അപ്പൊ ഇതെല്ലാം കുറുപ്പിന്റെ ഉറപ്പാ. ഇടയ്ക്ക് ഇളക്കം വരും. മക്കളുടെ കാര്യം വരുമ്പോ പൂക്കോട്ടെ ഭഗവതി ഒരു മൂലക്കിരിക്കും അല്ലേ? ആണോ അല്ലയോ? അല്ല, അപ്പൊ ഞാനൊരു സംശയം കേട്ടോ. അത് ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ടല്ലേ അവര് സ്വയമേ വിളിക്കുന്ന? അപ്പൊ അത് നല്ല മക്കളാ. കാരണം വീട്ടിൽ ഇരിക്കുന്നവർ വിഷമിക്കരുത് എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അമ്മമാർക്ക് ഉറപ്പില്ലാഞ്ഞിട്ടല്ല ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയണേ. പോട്ടെ, അതൊരു നല്ല കാര്യമാണ്. അങ്ങനെ സ്നേഹമുള്ള മക്കളാണെങ്കിൽ അല്ല, ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞതിനർത്ഥം. കാരണം ഭഗവതി കൂടെ ഉണ്ടാകുന്ന ഒരു ഉറപ്പുണ്ടായാൽ നമുക്ക് പിന്നെ ഒന്നിനെ കുറിച്ചും ആശങ്കപ്പെടേണ്ടതില്ല. ഉണ്ടോ? ഭഗവതി കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടായാൽ അവിടെ പിന്നെ ഒന്നിനെ കുറിച്ച് ഒരു ആശങ്കയുടെ ആവശ്യമില്ല. കാരണം ആ ഉണ്ടാവാൻ പോണത് അല്ലെങ്കിൽ സംഭവിക്കാൻ പോണത് അത് അവിടുന്ന് നോക്കിക്കൊള്ളും എന്നൊരു ഉറപ്പ് നമുക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാവാറുണ്ടോന്ന് എന്റെ ചോദ്യം. മക്കളെ ഞാനൊരു ഉദാഹരണം എടുത്താ. എല്ലാ കാര്യത്തിലും ആ അമ്മ നോക്കിക്കോളും, എനിക്കതിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല എന്നൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവാറില്ല. ഉണ്ടോ? അമ്മ ആപത്ഘട്ടത്തിൽ മാത്രമല്ല ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആപത്ഘട്ടങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ആ ഭഗവതിയാണ് എന്നെ നയിക്കുന്നത്, ആ ഭഗവതി എന്നോടൊപ്പമുണ്ട്, ആ ഭഗവതി എല്ലാം നോക്കിക്കണ്ട് ചെയ്തുകൊള്ളും എന്നും പറഞ്ഞ് വെറുതെ ഇരിക്കണം നല്ല പറഞ്ഞതിനർത്ഥം ഞാൻ. അവിടെ നമുക്ക് ഓരോ കാര്യത്തിലും മുൻപോട്ട് ഇറങ്ങി പുറപ്പെടുമ്പോ നമുക്ക് ആശങ്ക ഉണ്ടാവുന്നത് പിന്നെന്തിനാണ് എന്റെ ചോദ്യം. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കാൻ പോയാലും അത് ഭഗവതിയാണ് എന്ന് നോക്കിക്കൊള്ളും എന്നുള്ള ഒരു ഉറപ്പ് ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ നമുക്ക് ആശങ്ക ഉണ്ടാവുക. ആ ഒരു ആശങ്ക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഉറപ്പിന് ബലമില്ലാത്ത ഉറപ്പാണ്, അല്ലേ? അമ്മ വളരെ ചുരുക്കം ആൾക്കാരുടെ കാര്യത്തിൽ അമ്മ ഈ പറഞ്ഞത് ശരിയാവാം. അത് ഞാൻ അംഗീകരിച്ചു. അമ്മ ഈ പറഞ്ഞത് മക്കൾ വിളിച്ചു പറയണതും അല്ലെ അമ്മമാര് വിളിച്ചു പറയുന്നതും ആത്മബന്ധത്തിന്റെ അല്ലെ മക്കളും അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ഇതാണ്. അത് ഞാൻ അംഗീകരിക്കുന്നു, അതെപ്പോഴും ആവശ്യവുമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ അമ്മയ്ക്ക് പിടികിട്ടാത്തതുകൊണ്ടാണ്.
നമ്മുടെ ഉള്ളിൽ ആ ഒരു ഭഗവതി നോക്കിക്കൊള്ളും എന്റെ കുഞ്ഞിനെ എന്നൊരു ഉറപ്പ്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ അമ്മയുണ്ട് കൂടെ എന്നൊരു ഉറപ്പുണ്ട് എങ്കിൽ പിന്നെ നമുക്ക് ആശങ്കപ്പെടേണ്ട കാര്യം എന്താണ് എന്റെ ചോദ്യം. ആ ഒരു ആശങ്കയാണ്. എങ്കിൽ ഞാൻ സമ്മതിച്ചു, അമ്മയ്ക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല എന്ന് പൂർണ്ണമായ ഉറപ്പുണ്ട് എങ്കിൽ അതിനെ ഞാൻ അംഗീകരിച്ചു. പക്ഷെ അത് എത്ര പേർക്കുണ്ട് എന്നുള്ളതാണ് സംശയം. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട് തന്റെ ജീവിതത്തിൽ, ആ ഭഗവതി നോക്കിക്കൊള്ളും, അല്ലെ ആ ഭഗവതിയാണ് തീരുമാനിക്കുന്നത് എന്ന ബോധം നമുക്ക് എത്ര പേർക്കുണ്ട്? ആ ബോധം എത്ര പേരുടെ ഉള്ളിൽ ഉറയ്ക്കുന്നുണ്ട്? ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ ഒരു ബോധം ഇവിടെ സുദർശനകുമാരന്റെ ഉറപ്പുണ്ടായിരുന്നു, തന്നെ രക്ഷിക്കാൻ സാക്ഷാൽ ജഗദംബിക തന്റെ മുൻപിലുണ്ട്, അതുകൊണ്ട് മറ്റാരുടെയും ആവശ്യമില്ല. നമ്മളൊരു യാത്ര പോകുന്നതിന് മുമ്പ് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തും ഇല്ലേ? എന്തിനാണ്? പോകുന്നിടത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കുക. അവിടെ ചോദിക്കും വേണ്ടേ? വേണം, ഇല്ലെന്നല്ല. പക്ഷെ ഈ യാത്രാ മധ്യത്തില് നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരവസ്ഥ നമുക്കില്ലാതെ വന്നാലോ? അവിടെ ഭഗവതി കൂടെ ഉണ്ടാവും. നമുക്ക് ഉറച്ചു നിന്നുകൊണ്ട് എന്തുകൊണ്ട് ആ ഒരു പ്രതിസന്ധിയെ തരണം, ഭഗവതി കൂടെ ഉണ്ടെങ്കിൽ അതും തരണം ചെയ്യാൻ സാധ്യമാവുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാവുമോ? എല്ലാ അവസരത്തിലും നമുക്ക് ആ ഉറപ്പിനെ ഉള്ളിലൂട്ടി ഉറപ്പിക്കാൻ സാധിക്കും. അവിടെയാണ് ആ ഉറപ്പിന് ബലമില്ലാതെ വരുന്നത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തില് നാം ഏതൊന്നിനെയാണോ ആശ്രയിച്ചിട്ടുള്ളത്, അത് ഭഗവതിയോ ഭഗവാനോ ശിവനോ ആരുമാവട്ടെ, ഏത് സങ്കല്പത്തിലാണോ നമ്മൾ നമ്മുടെ ആ ഒരു സങ്കല്പത്തെ ഊട്ടി ഉറപ്പിക്കുന്നത്, പൂർണ്ണമായിട്ടും അതിലൊരു ബലം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവണം. ഇവിടെ സുദർശനകുമാരൻ ഉള്ളതുപോലെ തന്റെ മാതാവ് തനിക്ക് വേറെ ആരും കൂടെ ഇല്ല, സൈന്യമില്ല എന്ന ചിന്ത ആശങ്ക പുറപ്പെടുമ്പോ അവിടെ തന്റെ കൂടെ സാക്ഷാൽ ജഗദംബികയുണ്ട് എന്നുള്ള ബോധം, ആ അമ്മ തന്നെ സംരക്ഷിച്ചു കൊള്ളും, തനിക്ക് വേണ്ടതായ കരുത്ത് അവിടുന്ന് തന്നുകൊള്ളുമെന്നുള്ള ഒരു ബോധത്തിന്റെ ആ ഒരു ഉറപ്പ്, അതാണ് സുദർശനകുമാരനെ ജീവിതത്തിൽ മുൻപോട്ട് നയിച്ചതില്ല. ആ ഒരു കരുത്ത് നമുക്ക് എത്ര പേർക്കുണ്ടാകുന്നതിന്റെ ചോദ്യം. വളരെ റെയർ കേസ് ഉണ്ടാവാം. അപ്പൊ അമ്മ അത്ര ചങ്കുറപ്പോടെ പറയുന്നു എനിക്കുണ്ട് എന്ന്. അതിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെയാ പറയണത്. അപ്പോഴും അവിടെ ബന്ധത്തിന്റെ ആണെങ്കിലും ശരി, ഏത് വിധത്തിലാണെങ്കിലും ശരി, ഉള്ളിലൊരു ആശങ്ക അങ്ങനെ കെട്ടിക്കിടക്കും. അതുകൊണ്ടായി ഫോൺ വിളികൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത്. ബന്ധം ശരിയാണ്, അമ്മയും മകനും അല്ലെ, അച്ഛനും മകനും അല്ലെ, അമ്മയും മകളും അല്ലെ, അങ്ങനെയുള്ള ബന്ധം ആത്മബന്ധം തന്നെയാണ്, അത് രക്തബന്ധമാണ്, അത് പൊക്കിൽക്കൊടി ബന്ധമാണ്, ഇതൊക്കെ ഞാൻ അംഗീകരിക്കും. പക്ഷെ അപ്പോഴും അവിടെ എവിടെയോ ഒരു ആശങ്ക നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ ഒരു ബോധം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഞാൻ യജ്ഞത്തിൽ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് അങ്ങനെ വിളിക്കാറില്ല. ഞാൻ വിളിക്കാറില്ല. അവിടെ എന്തോ വിശേഷം അന്വേഷിക്കാറില്ല. അവിടെ ആർക്കെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാറില്ല. കാരണം ഞാൻ ഇറങ്ങിപ്പോരുമ്പോ പറഞ്ഞേച്ചാ ഒരെണ്ണം നോക്കിക്കോണം. അപ്പൊ അവിടെ ഉണ്ടെങ്കിൽ അത് നോക്കിക്കൊള്ളും എന്നൊരു പൂർണ്ണമായ ബോധം എന്റെ ഉള്ളിലുണ്ടെങ്കിൽ പിന്നെ ഇനി 9 അല്ല 11 അല്ല 25 ദിവസത്തിനകം വിളിച്ചില്ലെങ്കിലും എനിക്കൊന്നും പ്രശ്നമില്ല. അതെന്റെ ഉറപ്പാ. അതുകൊണ്ട് ഞാൻ ആശങ്കപ്പെടാറില്ല അവിടെ എന്ത് സംഭവിക്കുന്നു. കാരണം അത് നോക്കേണ്ടവർ നോക്കിക്കോളും എന്നൊരു ബോധം എന്റെ ഉള്ളില് ഉറപ്പുണ്ട്. അത് സംരക്ഷിക്കേണ്ടത് എന്നെ
നയിക്കുന്ന ആ ശക്തിയുടെ ഉത്തരവാദിത്വമാണ്. അത് ഭഗവാന്റെ ധർമ്മമാണ്, ഭഗവാന്റെ ഉത്തരവാദിത്വമാണ്. ഭഗവാന്റെ നാമം പാടാൻ നടക്കുന്ന എന്റെ കുടുംബത്തെ രക്ഷിക്കാന്നുള്ള ഭഗവാന്റെ ഉത്തരവാദിത്വമായിട്ട് ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ ഞാൻ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? ആ ബോധത്തെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണമുള്ളേ. ഞാൻ വലിയ ആളാന്നല്ല പറഞ്ഞിട്ടുണ്ട്. ഇതുകൊണ്ട് എടുത്തിറങ്ങിയ കാലം മുതൽ ഉറപ്പാണ് അത് നോക്കിക്കോളും. എനിക്ക് കിട്ടാനുള്ളതാണ് അത് കിട്ടിയിരിക്കും, പോകാനുള്ളതാണ് ആ വഴിക്ക് പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന കൊണ്ടല്ല. അന്നും ഇന്നും ഇതുവരെ ജീവിതത്തിൽ നമുക്ക് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് ബോധം ഉറച്ചാൽ പിന്നെ അവിടെ എന്തിന് ആശങ്കയുടെ ആവശ്യം ഉണ്ടാവില്ല. അതാണ് സുദർശനം കുട്ടിക്കാലം മുതലേ ആ ബീജാക്ഷരം ജപിച്ചതിന്റെ കരുത്ത്. തന്റെ ജീവിതത്തിൽ അങ്ങോളം ആ ഭഗവതി കൂടെ ഉണ്ടാവും, ആ ഭഗവതി തന്നെ സംരക്ഷിച്ചുകൊള്ളും. മറ്റാരും രക്ഷിക്കാൻ വന്നാലും അത് രക്ഷയായില്ല. ആര് രക്ഷിച്ചാലേ രക്ഷയാവൂ? ആ സാക്ഷാൽ ഭഗവതി രക്ഷിച്ചാലേ രക്ഷയാവൂ എന്ന ബോധം. ബാക്കിയൊക്കെ നിഷ്പ്രഭമായി പോകാൻ കഴിയുന്ന രക്ഷകളായില്ല ഇല്ലേ? നമ്മളോട് പലരും പറയാണ്ട് നീ പേടിക്കേണ്ട ഞാനുണ്ട് കൂടെ. ഈ പറഞ്ഞ എന്റെ കാര്യം ആര് നോക്കും? ഇപ്പൊ ഞാൻ പറയാണ് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങോട്ട് കുരിഞ്ഞേച്ച് ഒന്ന് കുരിഞ്ഞേച്ച് നൂലിനു മുമ്പ് ശ്വാസം പോയാൽ ആര് നോക്കി? അപ്പൊ ബാഹ്യമായിരിക്കുന്ന സംരക്ഷണങ്ങളെല്ലാം അത് ഏത് സമയവും ഇല്ലാതെയാവാവുന്നതാണ്. പക്ഷെ ഏതൊരു സംരക്ഷണമാണ് നമുക്ക് എന്നും നിലനിൽക്കുക? ആ സാക്ഷാൽ ഈശ്വരിയുടെ ആ ഒരു സംരക്ഷണം മാത്രമേ നമുക്ക് കൂടെ എന്നും ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഭഗവത് സുദർശനകുമാരന്റെ മുൻപിൽ കൊണ്ട് ശക്തമായ രീതിയിൽ പോരാടി ശത്രു സൈന്യങ്ങളെ മുഴുവൻ നിഷ്പ്രഭമാക്കി ഓടിച്ചു. കാശിരാജാവിന് സന്തോഷമായി. കാരണം തന്റെ പുത്രിക്ക് കിട്ടിയിരിക്കുന്ന വരൻ ഏറ്റവും ഉത്തമനാണ് എന്നുള്ള ബോധം. എന്തുകൊണ്ട്? ഈശ്വരിയെ പ്രത്യക്ഷപ്പെടുത്താൻ പോലും കഴിയുന്ന വിധത്തിലുള്ള ഭക്തി ഉള്ളിൽ ഉറച്ചവനാണ്. അതുകൊണ്ട് താനും ഒരു ഭാഗ്യം ഉണ്ടായി. തന്റെ മരുമകൻ കാരണം ആരെ കാണാൻ പറ്റി? സാക്ഷാൽ ഭഗവതിയെ നേരിട്ട് കാണാൻ കഴിയും. കാശിരാജാവ് പ്രാർത്ഥിച്ചു, ഭഗവതി നീ ഇവിടം വിട്ട് പോകരുത്, നീ ഇവിടെ കുടികൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കും. സുദർശനകുമാരനും പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവതി കാശിയിൽ കുടികൊണ്ടു ആ രാജ്യത്തെ വേണ്ടവണ്ണം പരിപാലിച്ചു. വേണ്ടതായ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്തു. പിന്നീട് സുദർശനകുമാരന് രാജാവായിട്ട് അഭിഷേകം ചെയ്ത് എല്ലാവിധ സൗഭാഗ്യത്തോടു കൂടി വാങ്ങുന്ന. ഇവിടെ ആരാ സുദർശനൻ? സുദർശനം എന്ന് പറഞ്ഞാല് സുന്ദരമായ കാഴ്ചപ്പാട്, സമ്യക്കായിട്ടുള്ള വീക്ഷണം, ശരിയായ കാഴ്ചപ്പാട്. ശരിയേത് തെറ്റേത്, നന്മയേത് തിന്മയേതെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കാഴ്ചപ്പാട്. അതെപ്പോഴാ കിട്ടുക? ഈശ്വരിയെ ശരണം പ്രാപിക്കുമ്പോഴാണ്. എപ്പോ പ്രാപിക്കണം? നിഷ്കളങ്കമായ മനസ്സുള്ള അവസരത്തിൽ വേണം പ്രാപിക്കാൻ. എന്താ കാരണം? ഈ നിഷ്കളങ്കമായ മനസ്സെന്ന് പറയുമ്പോൾ യാതൊരുവിധ തരത്തിലുമുള്ള ചിന്തകളൊന്നും ഇല്ലാതെ യാതൊരു വിധമായ കളങ്കവും ബാധിക്കാത്ത സമയം മുതൽ ഈശ്വരിയെ ഭജിച്ചാൽ ഇപ്പൊ നമ്മൾ ഭജിക്കുന്ന ഭജനത്തിന് വ്യത്യാസമുണ്ട്. കാരണം ഈ ഭജിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ തന്നെ പല ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കയറി വരും ഇല്ലേ? ഇപ്പൊ നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ എന്തെല്ലാം അതിനിടയ്ക്ക് കയറി വരും മനസ്സിൽ ഇല്ലേ? അപ്പൊ നമ്മുടെ നിഷ്കളങ്കമാണോ മനസ്സ്? അല്ല, കളങ്കം ബാധിച്ചതാണ്. അതേസമയം നിഷ്കളങ്കമായ മനസ്സാണെങ്കിൽ ഈശ്വരിയെ ഭജിച്ചാൽ അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? ഈശ്വരിയുടെ ചിന്ത മാത്രമേ ഉറഞ്ഞു നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ജപത്തിന് അല്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ബലം കൊടുക്കും.
യാതൊന്നും കളങ്കമില്ലാത്ത ചിന്തകൾ അല്ലെങ്കിൽ കളങ്കമില്ലാത്ത മനസ്സോടുകൂടി ഈശ്വരനെ ഭജിക്കുമ്പോൾ ഈശ്വരനെ ഭജിക്കുമ്പോ ആ ഭജനത്തിന് കരുത്ത് കൂടും. നമ്മൾ ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ കരുത്ത് കുട്ടികൾ ജപിച്ചുണ്ടാവും. എന്തുകൊണ്ടാ? അവർക്ക് കളങ്കം ഒന്നും ഉടനെ. ഇന്നത്തെ പിള്ളേർ പിന്നെ കളങ്കം ഇല്ല എന്നൊന്നും പറയാന് പറ്റത്തില്ല. കാരണം തലവെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് മുതലേ നെറ്റന്റെ തോണ്ടാൻ തുടങ്ങിയതാണ്. അതിനകത്ത് കാണുന്ന എല്ലാം കണ്ടു കേട്ട് പോയതാ. പിന്നെ ആ കളങ്കം വ്യാധിക്കാനിലേക്ക് ഒഴിയില്ല. കാരണം അകത്ത് കിടന്നപ്പോൾ ഇപ്പോഴും അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇത് അമ്മ തോണ്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അമ്മ ഇങ്ങനെ തോണ്ടി 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 കൊച്ചിന് പാല് കൊടുക്കുമ്പോഴും തോണ്ടും, ആഹാരം കൊടുക്കുമ്പോഴും തോണ്ടും, അവസാനം കൊച്ചും തോണ്ടും, അവസാനം അമ്മ തോട്ടിയുമാവും. അതുകൊണ്ടാ പറഞ്ഞ 5-ാം മാസം മുതൽ 5 വയസ്സ് വരെ എന്താണോ കൊടുക്കണത് അതാണ് ബലം. 5-ാം മാസം മുതൽ. എപ്പോഴാണ് 5-ാം മാസം? അകത്ത് കിടക്കുന്ന 5-ാം മാസം മുതൽ. ഉള്ളിൽ കിടക്കില്ലേ? ആ കിടക്കുന്ന 5-ാം മാസം മുതൽ 5 വയസ്സ് വരെ എന്താണോ കൊടുക്കുന്നത് അതാണ് കരുത്ത്. എന്തിന്റെ കരുത്ത്? സംസ്കാരത്തിന്റെ കരുത്ത്, സ്വഭാവത്തിന്റെ കരുത്ത്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് നന്നായാലും മോശമായാലും അതിന്റെ ഏതാണ്ട് ഒരു 70% ഉത്തരവാദി ആരാ? സമ്മതിച്ചേ? ഇനി അതിന് എന്നെ കൊല്ലാൻ വരരുത്. പിന്നെ വേണേ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഭർത്താക്കന്മാരുടെ മുമ്പിൽ നിന്ന് പറയാൻ മനുഷ്യനെ നിങ്ങളുടെ കുടുംബക്കാരുടെ ഗുണം ആ കാണിക്കുന്നതൊക്കെ വേണേ പറഞ്ഞ് പിടിച്ചു നിൽക്കാന്നുള്ളതേ ഉള്ളൂ. കാരണം ഇനി അതിന് കാരണങ്ങളെ പറഞ്ഞു തരാം. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന 5-ാം മാസം മുതല് ബോധതലം ഉണർന്നു കഴിയുമ്പോൾ, അതായത് നമ്മൾ പറയും ഈശ്വരന്റെ ചൈതന്യം അതിലേക്ക് വന്നു കഴിയുന്നു എന്ന് പറയുന്ന ബോധതലം ഉണർന്നു കഴിയുന്ന നിമിഷം മുതല് അമ്മ വായിക്കണത്, കേൾക്കണത്, അറിയണത്, കഴിക്കണത്, കുടിക്കണത് എല്ലാം ഉള്ളിൽ കിടന്നുകൊണ്ട് സ്വാംശീകരിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ സ്വാംശീകരിക്കുന്നത് മുഴുവൻ പുറത്തു വരുമ്പം പതുക്കെ. അതുകൊണ്ട് പണ്ടുള്ളവര് പറയും വേണ്ടാത്തതൊന്നും കഴിക്കല്ലേ വേണയാണ്. പറഞ്ഞിട്ടുണ്ടോ? എന്തോ ഈ വേണ്ടാത്തത്? കോഴിയെയും പോത്തിനെയും ഒന്നും തിന്നരുതെന്ന്. എന്താ തിന്നാ കുഴപ്പം? പതുക്കെ അമ്മയുടെ പൊക്കൽ കൊടിയിൽ കൂടി അതിന്റെ അംശം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്റെ പതുക്കെ പതുക്കെ ക്രമേണ അവന്റെ ഉള്ളിൽ എന്തിന്റെ സ്വഭാവം വരും? പോത്തിന്റെ സ്വഭാവം വരും. അതുകൊണ്ടാ ഇപ്പൊ നേരെ നിൽക്കാനാകുന്നുണ്ടെങ്കിൽ ആദ്യം കാല് മടക്കി അടിക്കുന്ന ആരെയാ? അമ്മയാ. ഫസ്റ്റ് അടി മേടിക്കുന്നത് അമ്മയാ. കാരണം അമ്മയാ കാണിച്ചു കൊടുത്ത പോലെ നിന്റെ സ്വഭാവം. അപ്പൊ തന്നെ മേടിക്കുന്നെങ്കിൽ അതിന് ഉത്തരവാദി ആരാ? പോയിട്ട് 35% പിന്നെ അച്ഛനിൽ നിന്നാ. കാരണം പുറത്ത് വന്ന് അച്ഛൻ കാണിക്കുന്നതൊക്കെ കണ്ട് അതിനെ അനുകരിക്കും. പുറത്ത് വന്നു കഴിയുമ്പോൾ അനുകരിക്കാൻ തുടങ്ങാൻ കൂടുതൽ അച്ഛനെയാണ്. അപ്പൊ അച്ഛനെ അനുകരിച്ചു തുടങ്ങുന്നിടത്താണ് പിന്നെ ബാക്കി വരുന്ന ഈ 35% വരുന്ന പുറത്തുനിന്ന് കിട്ടുന്നതും ഒക്കെ കൂടെ ചേർത്താൽ 30% അല്ലെങ്കിൽ 30%. 70% ഉത്തരവാദി. സമ്മതിച്ചല്ലോ. അപ്പൊ മക്കൾ തൊഴിക്കാൻ വരുന്നെങ്കിൽ കാരണക്കാരി ആരാ? പ്രധാന കാരണക്കാരി. അതിന് ആരെല്ലാം ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അങ്ങോട്ട് കൊടുക്കുന്നത് ബൂസ്റ്റ് കലക്കി ഹോർലിസ്റ്റ് കലക്കി ഒന്നും കൊടുത്താൽ പോരായിരുന്നു. അകത്ത് കിടന്നപ്പോ കൊടുക്കേണ്ടത് വയോനേരം കൊടുക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇപ്പൊ കോഴി നിന്ന് അവസാനം ഇപ്പം മനസ്സിലാവണുണ്ടോ പറയണത്? അല്ല, ഇപ്പൊ പലരും ചിന്തിക്കുന്നോ എന്റെ സ്വാമി ഞങ്ങളുടേതൊക്കെ ഒരുമാതിരി തേക്കും തടി പോലെ ഇനിയിപ്പോ ഇതിനോടൊക്കെ പറഞ്ഞിട്ട് എന്തോ അല്ലേ? അപ്പൊ അതുകൊണ്ട് കുട്ടിക്കാലത്ത് മുതല്
ആ ഭഗവതിയുടെ ബീജാക്ഷരത്തെ ജപിച്ച സുദർശനകുമാരന് കിട്ടിയതുപോലെ ഈശ്വരിയുടെ സാക്ഷാത്കാരത്തെ കിട്ടാൻ കുട്ടിക്കാലം മുതലേ നിഷ്കളങ്കമായ മനസ്സോടുകൂടിയുള്ള ജപം, അത് അങ്ങനെയായി നിർത്താൻ പോവാ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുട്ടിയായിരിക്കുമ്പം തന്നെ ഈശ്വരീയമായ സങ്കല്പങ്ങള്, അതിനനുസരിച്ചുള്ള സംസ്കാരത്തെ ആർക്ക് പകർന്നു കൊടുക്കണം? കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെയായാൽ ഒരു നല്ലൊരു ശതമാനവും, ഒരു 90% മക്കൾ എന്ത് ചെയ്യില്ല, തല തിരിഞ്ഞു പോകാൻ സാധ്യത വളരെ കുറവ്. കൊച്ചുമക്കളെയൊക്കെ വിളിച്ചിട്ട് നാമം ജപിക്കുന്ന അമ്മമാരുണ്ടോ ഇവിടെ? ഉണ്ടാ? വിളക്ക് കത്തിക്കുന്ന വീടേ ഉള്ളൂ. എത്ര പേരുണ്ട് കൊച്ചുമക്കളെ വിളിച്ചിട്ട് നാമം ജപിക്കുന്ന അമ്മൂമ്മമാരെ? കൈവക്കിക്കാൻ നോക്കട്ടോ. ഒന്ന്, ഞാൻ കൊച്ചുമക്കളില്ല, സമാധാനമായി, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ആ ശരി.